നമസ്കാരം. എൻ്റെ പേര് വൈഷ്ണവി. ഞാൻ ഇന്നിവിടെ സംസാരിക്കാൻ പോകുന്നത് കുട്ടികളുടെ അവകാശം എന്ന വിഷയത്തെക്കുറിച്ചാണ്. അന്തസ്സോടെയും അഭിമാനത്തോടെയും മനുഷ്യനായി ജീവിക്കാനുള്ള അവകാശം സംരക്ഷിക്കാനായി 1948 ഡിസംബർ 10-ന് ഐക്യരാഷ്ട്രസഭയുടെ നേതൃത്വത്തിൽ ലോക മനുഷ്യാവകാശ പ്രഖ്യാപനം നടന്നു. മനുഷ്യാവകാശത്തിൽ സുപ്രധാനമാണ് കുട്ടികളുടെ അവകാശങ്ങൾ. ശാരീരികവും മാനസികവും സാമൂഹികവുമായ സുസ്ഥിതിയോടെ വളരാനും വികാസം പ്രാപിക്കാനുമുള്ള കുട്ടികളുടെ അവകാശങ്ങൾ പലപ്പോഴും നിഷേധിക്കപ്പെടുന്നുണ്ട്. യുദ്ധങ്ങളിലും കലാപങ്ങളിലും തീവ്രവാദ അക്രമങ്ങളിലുമെല്ലാം കുട്ടികളുടെ അവകാശങ്ങൾ ബലികഴിക്കപ്പെടുന്നു. ലോകത്തിലെ 1/3 വിഭാഗം കുട്ടികൾ വേണ്ടത്ര ഭക്ഷണമില്ലാതെ കഷ്ടപ്പെടുന്നുണ്ട്. ഇന്ത്യയിലെ 10% കുട്ടികൾക്ക് മതിയായ ഭക്ഷണം ലഭിക്കുന്നില്ലെന്ന് UN പഠനം വ്യക്തമാക്കുന്നു. ഇന്ത്യയിൽ കുട്ടികളുടെ അവകാശ സംരക്ഷണത്തിലെ പുതിയ നാഴികക്കല്ല് 2009 ഓഗസ്റ്റ് 26-ന് ഇന്ത്യൻ പ്രസിഡന്റ് ഒപ്പുവെച്ചു. RTE Act 2009 വിദ്യാഭ്യാസം മൗലിക അവകാശമാക്കി മാറ്റിക്കൊണ്ടുള്ള ഈ നിയമം കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ പ്രത്യേക വിജ്ഞാപനം വഴി 2010 ഏപ്രിൽ 1-ന് നിലവിൽ വന്നു. ലഭ്യത, സംരക്ഷണം, പങ്കാളിത്തം എന്നിവ RTE ആക്ടിലെ 3 പ്രധാന ഘടകങ്ങളാണ്. മികച്ച വിദ്യാഭ്യാസം ലഭിക്കാനുള്ള അവകാശം, ഗുണയുക്തമായ മൂല്യങ്ങൾ, മനോഭാവങ്ങൾ, അറിവുകൾ, കഴിവുകൾ എന്നിവ ആർജിക്കാൻ പര്യാപ്തമായ അന്തരീക്ഷം, വ്യക്തിത്വ വികാസം, ശാരീരിക മാനസിക കഴിവുകൾ വികസിപ്പിക്കാനുള്ള അവസരം, സർഗശേഷികൾ പോഷിപ്പിക്കുന്നതിനുള്ള അവസരം, വിശ്രമാവസരങ്ങൾ ആസ്വദിക്കാനും വിനോദ പരിപാടികളിൽ പങ്കെടുക്കാനുമുള്ള സാഹചര്യം തുടങ്ങിയവയുടെ ലഭ്യത വിദ്യാലയങ്ങളിൽ ഉറപ്പാക്കേണ്ടതാണെന്ന് വിദ്യാഭ്യാസ നിയമം നിഷ്കർഷിക്കുന്നു. കളിസ്ഥലം, കളി ഉപകരണങ്ങൾ, ആരോഗ്യകരമായ പരിസരം, ഭക്ഷണം, ടോയ്ലറ്റ് സൗകര്യങ്ങൾ, പഠനോപകരണങ്ങൾ, ലൈബ്രറി, ലബോറട്ടറി സംവിധാനങ്ങൾ എന്നിവയും അധ്യാപകൻ്റെ മുഴുവൻ സമയ സാന്നിധ്യവും വിദ്യാലയങ്ങളിൽ ഉറപ്പാക്കേണ്ടതാണ്. ബാലവേലയിൽ നിന്നുള്ള സംരക്ഷണം, വീട്ടിൽ രക്ഷിതാക്കളാലും വിദ്യാലയത്തിൽ അധ്യാപകരായും സംരക്ഷിക്കപ്പെടാനുള്ള അവകാശം, വീട്ടിലും വിദ്യാലയത്തിലും കുട്ടികളുടെ സ്വകാര്യത സംരക്ഷിക്കപ്പെടാനുള്ള അവകാശം തുടങ്ങിയവ പ്രൊട്ടക്ഷൻ എന്ന വിഭാഗത്തിൽ നിബന്ധനകളാണ്. കുട്ടിയെ ബാധിക്കുന്ന പ്രശ്നങ്ങളിൽ അവർക്ക് അഭിപ്രായം പറയാനും പ്രശ്നപരിഹാര പ്രവർത്തനങ്ങളിൽ പങ്കാളിയാവാനുമുള്ള അവകാശം, പഠന പ്രവർത്തനങ്ങളിലെ പങ്കാളിത്തം, വിദ്യാലയത്തിൻ്റെ ഭരണപരമായ കാര്യങ്ങളിലും വിദ്യാലയ പ്രവർത്തനങ്ങളിലും നിർദ്ദേശങ്ങൾ വയ്ക്കാനും പങ്കാളിത്തം വഹിക്കാനുമുള്ള അവകാശം, പഠനയാത്രകൾ, പാഠ്യേതര പ്രവർത്തനങ്ങൾ എന്നിവ തീരുമാനിക്കുന്നതിലും നടപ്പിലാക്കുന്നതിലുമുള്ള പങ്കാളിത്തം എന്നിവയൊക്കെ പാർട്ടിസിപ്പേഷൻ എന്ന വിഭാഗത്തിൽ പെടുന്നു. ഇന്ത്യയിൽ 1.5 കോടിയിലേറെ കുട്ടികൾ ഇപ്പോഴും ബാലവേലകളിൽ ഏർപ്പെടുന്നുണ്ട്. വിദ്യാലയത്തിൻ്റെ പടി കയറാൻ ഭാഗമില്ലാത്ത 3 കോടിയോളം കുട്ടികൾ ഇന്ത്യയിലുണ്ട്.